കേരള ഫുഡീസ് ക്ലബിന്റെ മറ്റൊരു കുക്കിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സ്വാദിഷ്ടമായ മിൽക്ക് പേടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും വളരെ ഇഷ്ടമുള്ള വിഭവമാണ്. അതിനാവശ്യമായ സാധനങ്ങളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിന് വേണ്ടത്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്കിനി ചോദിക്കാം. നമുക്ക് മിൽക്ക് പേട ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ: മൈദ, പഞ്ചസാര പൊടിച്ചത്, നെയ്യ്, പാൽപ്പൊടി, ഏലക്ക പൊടിച്ചത്. ഇനി നമുക്ക് പേട ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒരു 1/2 കപ്പ് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ആക്കണം. നെയ്യ് കൂടുതലാവാൻ പാടില്ല. നെയ്യ് കൂടുതലായാൽ ഈ മൈദ ഇങ്ങനെ നമുക്ക് ശരിക്കും പരുവത്തിന് കിട്ടില്ല. ഈ പാകത്തിന് എടുക്കണം. കണ്ട, ഇനി ഇത് നല്ലോണം നമുക്ക് മൈദയുടെ പച്ചമണം മാറണ വരെ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ഒരു 5 മിനിറ്റോളം ഇങ്ങനെ ഇളക്കി വേവിക്കേണ്ടി വരും. മൈദയൊക്കെ ഒരു ലൈറ്റ് മഞ്ഞ കളറാവണ വരെ നമുക്കിത് വേവിച്ചെടുക്കണം. തീ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിങ്ങനെ വേവിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണും കൂടി നെയ്യ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഇളക്കി ഇതൊരു പേസ്റ്റ് പാകത്തിന് എടുക്കുക. നല്ല ഒരു ക്രീമി ടേസ്റ്റിൽ വരണത്. ഇത് നല്ലോണം ഇളക്കി ഇതിൻ്റെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചെടുത്ത് ഒന്നും കൂടി ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി ഈ പാകത്തിന് എടുക്കാം. ഇപ്പോൾ മൈദയുടെ പച്ചമണമൊക്കെ മാറി നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇനി അതിന് ശേഷം നമുക്കിത് നല്ലോണം തണുക്കാനായിട്ട് വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിട്ട് ഇത് തണുപ്പിച്ചെടുക്കാം. നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിട്ട് ഇത് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ആക്കാം. ഒരു 10-20 മിനിറ്റോളം ഞാനത് അകത്ത് വെച്ചിട്ടാണ് ഞാൻ ചൂടാറ്റി എടുത്താക്കണത്. തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ബൗളിലേക്ക് ആക്കാൻ പാടുള്ളൂ. ഒട്ടും ചൂടുണ്ടാവാൻ പാടില്ല. എന്നിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർത്താലാണ് ഇതിൻ്റെ ഒരു നല്ല ഫ്ലേവറും കിട്ടണത്, അതിൻ്റെ ടേസ്റ്റ് കിട്ടണത് ഇതിൽ പാൽപ്പൊടിയിലാണ്. അതുകൊണ്ട് നമുക്ക് പാൽപ്പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ച് വരുമ്പോൾ അത് 1 കപ്പോളം വരും. ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ പഞ്ചസാര ഇതിൽ ചേർത്തിട്ട് കൊടുത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കണം. ഒറ്റയടിക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പാടില്ല. ആവശ്യത്തിന് പഞ്ചസാര മധുരം നോക്കിയിട്ട് കുറേശ്ശെ ചേർത്ത് വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി കൈകൊണ്ട് നല്ലോണം മിക്സ് ആക്കണം. ഇത് നല്ല നെയ്യ് നല്ല കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാൽപ്പൊടി ഇതിൽ ആഡ് ചെയ്തിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാം. ഇപ്പം ഞാനിതുപോലെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് നെയ്യ് ഇത്തിരി കൂടി പോയിട്ടുണ്ടെന്ന് തോന്നണമെങ്കിൽ നമുക്ക് പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുപോലെ ഈ പരുവത്തിലായിട്ട് എടുക്കണം. കണ്ടോ, ഇതുപോലെ എടുക്കുക. ഞാനിപ്പോൾ പഞ്ചസാര മുഴുവൻ ഇട്ടിട്ടില്ല. ഇത് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാൻ ഇട്ടിട്ട് ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സെറ്റാവാൻ വെക്കാം. അതിനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു പാത്രമാണ് എടുത്താക്കണത്. നമുക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം. ഇത് ഞാൻ എടുത്തേക്കണ ഈ പാത്രമാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഇങ്ങനെ തുടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഈ മിക്സ് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് സെറ്റാക്കി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കാം. ഞാൻ ഈ പാത്രത്തിൽ
ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഞാൻ മൈദ ഇത് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ലെവൽ ചെയ്തിട്ട് നമുക്ക് ഒരു 10 മിനിറ്റോളം ഫ്രീസറിൽ വെക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാൻ ഈ പേട ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായി. ഇനി നമുക്കിത് പുറത്തെടുത്ത് കട്ട് ചെയ്യാം. ഇതിനിങ്ങനെ എടുത്തിട്ട് നമ്മളിതിനെങ്ങനെ കമിഴ്ത്തി തട്ടിയാൽ പോരും. ഇത് നെയ്യ് പരത്തിയാക്കണ കാരണം കൊണ്ട് ശരിക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ പോരും. കൂടുതൽ നേരം ഫ്രീസറിൽ വെക്കരുത്, അത് കട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും. ഒരു 10 മിനിറ്റ് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. കണ്ട, ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ പേട ഞാൻ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, കുറച്ചൊക്കെ നമുക്ക് വേസ്റ്റ് വരും, കട്ട് ചെയ്യുമ്പോൾ പൊടിഞ്ഞൊക്കെ പോകും. അത് സാരമില്ല, അത് നമുക്ക് തന്നെ കഴിക്കാം. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് നമുക്ക് ബോക്സുകളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ ദിവസം തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പിള്ളേർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണ്. വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കാവുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ.